നിങ്ങൾ വഴിയിലൂടെ നടന്നു പോകുന്ന സമയത്ത് ഒരു കോട്ടും സൂട്ടും ഒരു ബാഗൊക്കെ പിടിച്ച ഒരാൾ പോകുന്ന കാണുമ്പോൾ നമ്മൾ സ്മാർട്ട്, ഒരു കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഒരാളാണ് പോകുന്നതെന്നുള്ളത് തോന്നാറില്ലേ? ഒരു കള്ളിമുണ്ടോ ഷർട്ടോ ഇല്ലെങ്കിൽ ഒരു തോർത്തൊക്കെ ഇങ്ങനെ ചുമലിട്ട് പോകുന്ന ആളെ കാണുമ്പോൾ നമ്മൾ എന്താ തോന്നുന്നത്? ഒരു നിഷ്കളങ്കൻ, ഒരു ഗ്രാമത്തിലൊക്കെ ഉള്ള ഒരാളൊക്കെ ആയിട്ടാണ് നമ്മൾ കാണുന്നത്. ഒരു റോഡ് സൈഡിൽ ഒരാൾ ഡോഗ്സിനോ ഇല്ലെങ്കിൽ ഏതെങ്കിലും അനിമൽസിനൊക്കെ ഫുഡൊക്കെ കൊടുക്കുന്ന കാണുമ്പോൾ അയ്യോ എന്ത് കൈൻഡായിട്ടുള്ള മനുഷ്യനാണ് ഇവർ എന്നൊക്കെയുള്ള രീതിയിൽ നമുക്ക് തോന്നാറില്ലേ? ഇങ്ങനെ നമുക്ക് ഈ തോന്നലുകളെയാണ് നമ്മൾ സൈക്കോളജിയിൽ ഹാലോ എഫക്റ്റ് എന്ന് പറയുന്നത്. ഒരാളുടെ അപ്പിയറൻസ് വെച്ചിട്ട് ഇല്ലെങ്കിൽ ഫസ്റ്റ് ഇംപ്രഷനൊക്കെ വെച്ചിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാവുന്ന ഈ ഒരു ജഡ്ജ്മെൻറ്റിനെയാണ് നമ്മൾ സൈക്കോളജിയിൽ ഹാലോ എഫക്റ്റ് എന്ന് പറയുന്ന ഫിനോമിനനെ ഡിഫൈൻ ചെയ്യുന്നത്. നമ്മൾ ചില സിനിമ ആക്ടേഴ്സിനെ കാണുമ്പോൾ ഇല്ലെങ്കിൽ ചില നമ്മളുടെ തന്നെ വർക്ക് പ്ലേസിലുള്ളോ ഇല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്ഥലത്തുള്ള ആൾക്കാർ എനിക്ക് അവരെ കാണുന്നതേ ഇഷ്ടമല്ല എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ പലപ്പോഴും പറയാറില്ലേ? ഈ ഒരു എഫക്റ്റ് ഇതിന് കാരണമായിട്ടാണ് ഉണ്ടാവുന്നത്. ഈ ഹാലോ എഫക്റ്റിൽ നിന്ന് നമുക്ക് എസ്കേപ്പ് ആവണമെങ്കിൽ രണ്ട് കാര്യങ്ങൾ നമ്മൾ ഓർത്ത് വെക്കേണ്ടതായിട്ടുണ്ട്. ഏറ്റവും ആദ്യത്തേത്, ഈ ഹാലോ എഫക്റ്റ് എന്നുള്ളൊരു സംഭവം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് റിമെമ്പർ ചെയ്യുക. ജസ്റ്റ് നമ്മളൊരു ഫസ്റ്റ് ഇംപ്രഷന് കൊടുക്കുന്ന ഇമ്പോർട്ടൻസിനേക്കാളും. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മളൊരു പേഴ്സണിനെ പെട്ടെന്ന് ജഡ്ജ് ചെയ്യുന്നതിനേക്കാളും അവരെ എന്തൊക്കെയാണ് അവരെന്നുള്ളത് കൂടുതലായിട്ട് മനസ്സിലാക്കാനും ഒപ്പീനിയൻസ് എടുക്കാനും അവരുടെ സ്ട്രെങ്ത്തും വീക്ക് പോയിന്റ്സ് ഒക്കെ മനസ്സിലാക്കാൻ നോക്കുമ്പോഴാണ് നമുക്ക് ബെറ്റർ ആയിട്ട് ഒരാളെ മനസ്സിലാക്കാൻ പറ്റുന്നത്.